ഫിനാൻഷ്യൽ ഇയർ 2025-26 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻകം അപ് ടു 12 lakhs വരെ ടാക്സ് ഫ്രീ ആണെന്നുള്ളത്. ബട്ട് ആക്ച്വലി 12 lakhs വരെയുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സേ കൊടുക്കേണ്ടതെന്നാണോ അതോ 12 lakhsന്റെ അണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതെന്നുള്ളതാണോ? ഈ വീഡിയോയിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ന്യൂ റെജിമിലെ ടാക്സ് സ്ലാബ്. ഈ ടാക്സ് സ്ലാബ് അനുസരിച്ച് അപ് ടു 12 lakh വരെ ഒരാൾ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് 60,000 rupees ആണ്. ബട്ട് ഗവൺമെന്റ് നമുക്ക് റിബേറ്റ് തരുന്നുണ്ട്. അപ് ടു 12 lakh ഒരു 60,000 rupees ടാക്സ് റിബേറ്റ് തരുന്നുണ്ട്. സോ 12 lakhs വരെയുള്ള ഇൻകം ടാക്സ് ഫ്രീ ഇൻകം ആയിരിക്കും. സോ 13 lakhs ഇൻകം ഉള്ള ഒരാൾക്ക് അയാൾ എക്സ്ട്രാ ഏൺ ചെയ്യുന്ന 1 lakhന് മാത്രം ടാക്സ് പേ ചെയ്താൽ പോരാ. എൻറ്റയർ 13 lakhsനും സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. സോ എപ്പോഴാണോ നമ്മൾ 12 lakhs ഇൻകം ക്രോസ് ചെയ്യുന്നത് ഗവൺമെന്റ് തരുന്ന 60,000 റിബേറ്റിന് നമ്മൾ എലിജിബിൾ അല്ലാതെയാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടോട്ടൽ ഏണിംഗ്സ് 15 lakhs rupees ആണെങ്കിൽ 12 lakhs വരെ ഗവൺമെന്റ് തരുന്ന 60,000 rupeesന് നിങ്ങൾ എലിജിബിൾ അല്ല. സോ നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ലാബ് റേറ്റ് അനുസരിച്ചായിരിക്കും. സോ നിങ്ങളുടെ ടാക്സ് 1,05,000 rupees ആയിരിക്കും. നിങ്ങൾ സാലറീഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അഡീഷണൽ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 75,000 നിങ്ങൾ എലിജിബിൾ ആണ്. സോ 12 lakhsന് പകരം നിങ്ങളുടെ ടാക്സ് ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ഓഫ് 12,75,000 ആയി മാറും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യാം.